പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. സ്പീക്കർക്ക് എഴുതി നൽകിയാണ് രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം ഉന്നയിച്ചത്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത ജനങ്ങൾക്കിടയിലേക്ക് ബ്രൂവറി അനുവദിച്ചത് എന്ത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. എക്സൈസ് വകുപ്പ് CPM-ന് എന്നും കറവപ്പശുവാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ചട്ടം 285 പ്രകാരം സ്പീക്കർക്ക് എഴുതി നൽകിയാണ് നിയമസഭയിൽ രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബ്രൂവറി നൽകാതിരുന്നത്. എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. ഒയാസിസ് കമ്പനിയെ എങ്ങനെയാണ് സർക്കാർ തെരഞ്ഞെടുത്തത്? ഇതിന് പിന്നിൽ സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകൾക്കാണ് ബ്രൂവറി ഡിസ്റ്ററികൾ അനുവദിച്ചു കൊടുത്തത്. മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതുമുന്നണി അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, മന്ത്രി പോലും അറിഞ്ഞില്ല. അതിനാലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3 ബ്രൂവറികളും ഒരു ഡിസ്റ്ററിയും രഹസ്യമായി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും അത് പിൻവലിച്ച് ഓടേണ്ടി വരികയും ചെയ്തത്. സാർ, അന്ന് കണ്ടം വഴി ഓടിയവരാണ് ഇപ്പൊ പുതിയ കാര്യങ്ങളും പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിക്കാനായി വന്നിട്ടുള്ളത്. തെലങ്കാന സർക്കാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ബന്ധം കൊണ്ടാണ് ഒയാസിസ് കമ്പനിക്ക് കരാർ കിട്ടിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സർക്കാർ ഉടമസ്ഥതയിലുള്ള മലബാർ ഡിസ്റ്റിലിക്ക് വെള്ളം കൊടുക്കാതെയാണ് ഒയാസിസ് കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചത്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനിയെ പൂട്ടാൻ വേണ്ടി സമരം നടത്തിയ ഇടതുപക്ഷക്കാർ മറുപടി പറയണം. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെ പുതുശ്ശേരിയിലും അതോടൊപ്പം തന്നെ എലപ്പുള്ളിയിലും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന ഈ പദ്ധതി ആരംഭിക്കാൻ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വരുന്നു? സാർ, ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ്. അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പാടില്ല എന്നാണ് ചട്ടമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അതുകൊണ്ടാണ് ആരോപണം എഴുതി നൽകി ഉന്നയിച്ചതെന്നും വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും ബ്രൂവറി വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.